ഓഡിയോളജി. നമ്മളുടെ ഓഡിയോളജിയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ കേട്ടില്ലല്ലോ. കാരണം ഞാൻ പുറത്തേക്ക് വിട്ട എനർജി നിങ്ങളുടെ കർണപുടങ്ങളിൽ പതിച്ച് ആ എനർജി നമ്മുടെ ബ്രെയിനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട് കിട്ടിയില്ല. നമ്മുടെ കേൾവി എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ എനർജിയെ സൗണ്ട് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് അന്തരീക്ഷത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യരുടെ കർണപുടങ്ങളിൽ പതിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി ബ്രെയിനിലെത്തി നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംവിധാനം, ഒരു സൈക്കിളാണത്. എനർജി ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ സൗണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എനർജി കൺവെർഷനിൽ കൂടെയാണ് ആ സൗണ്ട് ഉണ്ടായത്. സൗണ്ട് എന്ന് പറഞ്ഞ എനർജി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എനർജി കൺവെർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ കേട്ട ആളിനും ഈ എനർജി അവിടെ എത്തി ഇലക്ട്രിക് പൾസസ് ആയിട്ട് അതിനെ കൺവെർട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ആ ശബ്ദത്തെ തിരിച്ചറിയുന്നത്. ഇതിന് ഓരോ മനുഷ്യരിലും റേഞ്ച് വ്യത്യാസം വരാം പല കാരണങ്ങൾ കൊണ്ട്. നമുക്ക് കേൾക്കാനുള്ള കഴിവ് ഇടത് ചെവിയും വലത് ചെവിയും തമ്മിലുള്ള വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ചെവിയും കൂടെ ചേർന്നിട്ടാണ് ഒരു സൗണ്ട് പുറപ്പെട്ട ഡയറക്ഷനെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതിലെ വേരിയേഷൻ കാരണം നമുക്ക് ശബ്ദം വന്ന ഡയറക്ഷനിൽ മിസ്ലീഡ് ചെയ്യപ്പെടാം. സോ കേൾവി വളരെ കുറഞ്ഞു പോയി നമുക്ക് കാഴ്ചയിൽ കൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ പലവിധ സാഹചര്യങ്ങൾ കേൾവിയായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മനുഷ്യരുടെ കേൾവി ശക്തിയുടെ വ്യതിയാനങ്ങളെ രണ്ട് ചെവിയുടേതും വ്യത്യസ്തമായി അളക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട്. അത് മെഡിക്കൽ റെക്കോർഡ്സായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് മറ്റ് പല ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഇത് ഇഗ്നോർ ചെയ്യുന്ന ഏരിയയാണ്. ഗ്രേപ്സിൽ ഓഡിയോളജി എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ ശ്രവണ വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആക്കി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കി വെക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ പല ENT ഹോസ്പിറ്റൽസും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കൊല്ലത്തെ കെർഫ് ഹോസ്പിറ്റലിൽ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ഹോസ്പിറ്റലുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ മനോഹരമായി നമ്മുടെ ശബ്ദ സ്വീകരണ സംവിധാനത്തിൻ്റെ അളവുകോലുകൾ മാർക്ക് ചെയ്യപ്പെടാനും അത് EMRൻ്റെ കൂടെ സൂക്ഷിച്ചു വയ്ക്കാനും അവരുടെ തുടർ ചികിത്സകളിൽ ഉപകരിക്കപ്പെടാനും പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഓഡിയോളജി മൊഡ്യൂൾ.